ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ഔഷധ ചെടിയാണ് പരിചയപ്പെടുത്തുന്നത്. എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഔഷധ ചെടിയാണ് കേട്ടോ. ഇതിൻ്റെ പേരാണ് ചിറ്റമൃത്. നമ്മുടെ നാട്ടിലൊക്കെ എല്ലായിടത്തും വേലിപ്പടർപ്പിലും എല്ലായിടത്തും കാണുന്ന, പ്രത്യേകിച്ച് ഇതിനൊരു പരിചരണമൊന്നും ആവശ്യമില്ലാത്ത, എന്നാൽ വളരെ സൂപ്പറായിട്ടുള്ള, എന്താ പറയുക, ഇതിൻ്റെ ചിറ്റമൃത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് അമൃത് പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിനൊരു പേര് തന്നെ. ഇത് ഇന്ത്യയിൽ ഒരുവിധം എല്ലാ ഭാഗത്തും സുലഭമായിട്ട് ഇത് കിട്ടും. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ കിട്ടും കേട്ടോ. അത് ഇതിൻ്റെ ഗുണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു തീരില്ല, അത്രയധികം ഗുണങ്ങളാണ്. ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് വളരെ നല്ലതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ ആയുർവേദത്തിൽ ഇതിന് അമൃത് എന്ന് പറയുന്നത്. ഈ ചിറ്റമൃതിന് ഇവിടെ ഹിന്ദിയിൽ ഇതിന് ഗിലോയ് എന്ന് പറയും, അതുപോലെ തന്നെ ഗുഡിജി എന്നും പറയും കേട്ടോ. ഇതിൻ്റെ ഇല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലായിരിക്കും, ഒരു ഹേർട്ട് ഷേപ്പിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു തണ്ട് കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. കുറച്ച് മൂത്ത തണ്ടും അതുപോലെ തന്നെ മൂക്കാത്ത തണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും. മൂക്കാത്ത തണ്ട് കുറച്ചിങ്ങനെ പച്ച കളറിലായിരിക്കും, മൂത്ത തണ്ട് ഇപ്പോൾ ഇതിൽ കാണിച്ച അതേപോലെ ആയിരിക്കും കേട്ടോ. ഇത് എങ്ങനെയാണ് തിളപ്പിച്ചിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ വീഡിയോയുടെ അവസാനം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ അതിനു മുന്നേ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊന്ന് പറയാം, എന്നാലല്ലേ നമുക്കതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടുള്ളൂ. ഈ ചിറ്റമൃതിൻ്റെ എല്ലാ ഭാഗവും ഔഷധ ഗുണം ഉള്ളതാണെങ്കിലും ഇതിൻ്റെ തണ്ടാണ് കൂടുതലായിട്ട് നമ്മൾ കഷായത്തിനും ഇതിനൊക്കെ എടുക്കുക. പിന്നെ ഇതിൻ്റെ ജ്യൂസൊക്കെ ഒരുപാട് മാർക്കറ്റിലൊക്കെ ലഭ്യമാണ്. നിങ്ങൾ പതഞ്ജലിയുടെയൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഗിലോയ് ജ്യൂസൊക്കെ. ഇപ്പോൾ ഗിലോയ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്, ആൻറ്റിബയോട്ടിക് ആണ്, അതുപോലെ തന്നെ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി വൈറലാണ്, ആൻറ്റി ഡയബറ്റിക് ആണ്. അപ്പോൾ ഡയബറ്റിക് ഒക്കെ ആയിട്ടുള്ള ആളുകൾ ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് ഷുഗർ ലെവൽ കുറഞ്ഞു പോവാതിരിക്കാനൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഇതിന് അങ്ങനെ ഒരു പ്രത്യേക ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും പറയുന്നതായിട്ട് കേട്ടിട്ടില്ല. പിന്നെ ഇത് ഗുണത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അല്പം ചൂടുള്ളതാണ്. അത് കാരണം നമ്മൾ ഉഷ്ണകാലത്തൊക്കെ വേനൽക്കാലത്തൊക്കെ ഇത് കഴിക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കണം, കാരണം ബോഡി പെട്ടെന്ന് ഇങ്ങനെ ഹീറ്റാവും. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആൻറ്റി വൈറലാണെന്ന്, അതുകൊണ്ട് തന്നെ ഈ കൊറോണയ്ക്ക് ഇത് വളരെ ഇഫക്റ്റീവാണ്. ഇപ്പോൾ ഇതിൻ്റെ ഞാൻ ഇവിടെ ആവുമ്പോൾ ഇതിൻ്റെ ടാബ്ലറ്റാണ് കഴിച്ചിരുന്നത്. നാട്ടിൽ പോയപ്പോൾ ഇതേപോലെ ഇതിൻ്റെ തണ്ടിൻ്റെ ആ വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെയാണ് ഞാനൊക്കെ കുടിച്ചിരുന്നത്. എൻ്റെ അമ്മ ഒക്കെ ഇതിൻ്റെ വെള്ളം എന്നും ഡെയിലി മിക്കവാറും ദിവസം ഇത് ഡെയിലി കഴിക്കാറുണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ ഇതിൻ്റെ തണ്ട് ചതച്ചിട്ട് ഇതിൻ്റെ വെള്ളം ഉണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട്. ഇത് പ്രത്യേകിച്ച് കൊറോണ സമയത്തൊക്കെ ഇതിൻ്റെ ടാബ്ലറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ വെള്ളം തിളപ്പിച്ചിട്ട് ഞങ്ങളുടെയൊക്കെ കുടുംബത്തിൽ ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. ആർക്കും അങ്ങനെ കൊറോണയുടെ ഒരു പ്രശ്നമൊന്നും കാര്യമായിട്ട് ഉണ്ടായിട്ടില്ല. പിന്നെ അതൊരു നല്ലൊരു സ്ട്രെസ് റിലീവറാണ്, ആങ്സൈറ്റിക്കൊക്കെ വളരെ നല്ലതാണ്. പിന്നെ ചെറിയൊരു രീതിയിലൊക്കെ ഇത് ഹാർട്ടിനും വളരെ ഗുണം ചെയ്യുന്നതാണ്. ആകെ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെയധികം ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു ചെടിയാണ്. ഇത് കൊറോണ ഇതുപോലത്തുള്ള വൈറൽ അസുഖങ്ങൾക്കൊക്കെ ഇത് വളരെ ബെസ്റ്റാണ്. ഇപ്പോൾ കൊറോണ പോലത്തെ വൈറൽ ഡിസീസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവെ പറയാം നമ്മളുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനല്ലോ. അപ്പോൾ ആ ശരീരത്തിൻ്റെ നമ്മളുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനൊക്കെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ഔഷധമാണ് ഈ ചിറ്റമൃത്, അല്ലെങ്കിൽ ഗിലോയ്, അല്ലെങ്കിൽ അമൃത് എന്ന് പറയും, അല്ലെങ്കിൽ ഗുഡിജി എന്ന് പറയും. ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ അധികം മൂക്കാത്ത തണ്ടുകൾ പറഞ്ഞാൽ ഇതേപോലെ ഇങ്ങനെ പച്ച കളറിൽ കണ്ടില്ലേ, ഇതുപോലെ ഇരിക്കും. ഇത് അധികം ഒട്ടും മൂക്കാത്തതാണ് കേട്ടോ. മൂത്തതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് കാണിച്ചത് കുറച്ചിങ്ങനെ ബ്രൗൺ കളറായിട്ടുള്ളത്. ശരിക്കും ഇതിനെ ഒരു അത്ഭുത മരുന്നെന്ന് തന്നെ പറയാം, കാരണം അത്രയും ഇത് വളരെ നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ആയുർവേദ മെഡിസിനാണത്. ഇതിപ്പോൾ ആയുർവേദ കടകളിലും ഇതിൻ്റെ തണ്ടൊക്കെ കിട്ടുന്നുണ്ടായിരിക്കും. എപ്പോഴും നമുക്കിങ്ങനെ ഫ്രഷായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ആ ഒരു ഗുണങ്ങൾ കുറച്ച് വേറെയാണല്ലോ. അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുറച്ച് പൊട്ടിച്ച് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇപ്പോൾ ഡെയിലി ഞാൻ കുറച്ച് ഇതിൻ്റെ അങ്ങനെ ആ ഒരു ഇത് ചതച്ചിട്ട് വെള്ളം കാച്ചിയിട്ട് കുടിക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഉപയോഗിക്കുന്നവർക്ക് വേറെ എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു ആയുർവേദ ഡോക്ടറൊക്കെ കണ്ടിട്ട് ചോദിച്ചതിൻ്റെ ശേഷം മാത്രം നമ്മൾ ഇത് കഴിക്കാൻ തുടങ്ങുക. ഇനി ഇത് ഇട്ടിട്ട്
എങ്ങനെയാണ് വെള്ളം തിളപ്പിച്ചിട്ടുണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഞാനും അമ്മയൊക്കെ ഈ ഒരു രീതിയിലാണ് ഇതുണ്ടാക്കാറ്. ഈ ഒരു വലുപ്പത്തിലുള്ള ഗ്ലാസ്സിൽ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. എന്നിട്ട് ഇതിൻ്റെ 1-2 തണ്ട് എടുത്തിട്ട് ഇതുപോലെ മുറിച്ചെടുക്കുക. അപ്പോൾ ഈ 3 ഗ്ലാസ് വെള്ളത്തിന് ഇത്രയും എടുത്താൽ മതി കേട്ടോ. ഈ ഒരു അളവാണ് എടുക്കാറ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചതച്ചെടുത്തിട്ട് ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ഇപ്പോൾ ഇത് ടാബ്ലറ്റ് രൂപത്തിലും ഒരുപാട് മാർക്കറ്റിലൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ബ്രാൻഡ് നോക്കിയിട്ട് വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ഇതിനെക്കുറിച്ച് നല്ല അറിവുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് നല്ല ബ്രാൻഡിൻ്റെ നോക്കിയിട്ട് വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതാ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. കുറച്ചൊന്ന് അതിൻ്റെ ആ വെള്ളമൊന്ന് വറ്റണം. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് 2 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക, കുടിക്കുക. ഇതിലങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കളർ വ്യത്യാസം കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. പിന്നെ ടേസ്റ്റൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അതായത് കയ്പൊന്നുമില്ല, അതിന് കാര്യമായ അങ്ങനെ ഒരു രുചിക്കുറവൊന്നുമില്ല, ആർക്കും കുടിക്കാം. ഞാനിപ്പോൾ ഇത് തണുക്കുന്നതിൻ്റെ മുന്നെയാണ് ഒഴിച്ചത്. പക്ഷേ നിങ്ങൾ തണുത്തതിന് ശേഷം സാധാരണ വെള്ളം കുടിക്കുന്ന പോലെ കുടിക്കുക.